Hello Examiner SSLC മക്കളെ അപ്പം നമ്മുടെ ക്രിസ്മസ് എക്സാം വരികയാണ് നമുക്ക് അത്യാവശ്യം സമയമുണ്ട് അതുകൊണ്ട് നിങ്ങൾ അതിനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ ക്രിസ്മസ് എക്സാമിൽ ഒരു നല്ല മാർക്ക് ഫുൾ മാർക്കോ അല്ലേ ഫുൾ A+ ഒക്കെ വാങ്ങിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് പ്ലാൻ എക്സാമിനർ നിങ്ങൾക്ക് വേണ്ടി ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട് എങ്ങനെ പഠിച്ചാൽ ഈ ക്രിസ്മസ് എക്സാം സിമ്പിളായിട്ട് സൂപ്പറായിട്ട് ഫുൾ മാർക്ക് വാങ്ങിച്ച് സമാധാനമായിട്ട് ഇരിക്കാം എന്നുള്ള കംപ്ലീറ്റ് പ്ലാന് എക്സാമിന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നിങ്ങളാകെ ചെയ്യേണ്ടത് ഈ ഞായറാഴ്ച വന്ന് കൃത്യം 7:30 ഈ ഇവൻറ്റിൽ പങ്കെടുക്കുക കൃത്യം 7:30 ഉണ്ടാവണം വെറും 10 മിനിറ്റ് ഉണ്ടാവുള്ളൂ ഞാനും ഉണ്ടാവും നിങ്ങളുടെ ഫേവറേറ്റ് അലൻ സാറും ഉണ്ടാവും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കൃത്യം പ്ലാൻ പറഞ്ഞു തരുന്നതായിരിക്കും ഓൾസോ എക്സാമിനറിന് ഈ ചാനലിൽ നമ്മൾ ക്ലാസ്സസ് എങ്ങനെ എടുക്കും എപ്പോൾ എടുക്കും കംപ്ലീറ്റ് പ്ലാൻ റിവീൽ ചെയ്യുന്നതായിരിക്കും സോ നിങ്ങൾ ഉണ്ടായിരിക്കണം പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ചാനലിൽ നിങ്ങൾ ഹോമിൽ പോയി കഴിഞ്ഞാൽ ഈ എക്സ്മസ് റെവല്യൂഷൻ എന്ന് പറഞ്ഞ നമ്മുടെ ലൈവ് ആ റെവല്യൂഷണറി ലൈവ് നിങ്ങൾ ലൈക്കും കൂടി അടിച്ചു വെക്കുക 1.4K ലൈക്സ് ഓൾറെഡി ഉണ്ട് മിനിമം ഒരു 3K ലൈക്കെങ്കിലും നിങ്ങൾ ഇവൻറ്റിന് മുൻപ് ആക്കിയിരിക്കണം ഇത് നിങ്ങളുടെ ചാനലാണ് നിങ്ങൾ തന്നെ ആ സപ്പോർട്ട് കാണിക്കണം ഓക്കെ റെഡി ശരി എങ്ങനെയാണെങ്കിലും ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം ഞങ്ങളുണ്ട് ഞങ്ങളെല്ലാ പ്ലാനുമായിട്ട് ഫുൾ ആയുധങ്ങളായിട്ടായിരിക്കും നമ്മൾ ഈ യുദ്ധത്തിൽ ഇറങ്ങാൻ പോകുന്നത് അപ്പോൾ ഒരു കാരണവശാലും പേടിക്കേണ്ട ഇനി ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ക്രിസ്മസ് എക്സാമിൻ്റെ ചാപ്റ്റർ വൈസ് വെയിറ്റേജിനെ പറ്റിയിട്ടായിരിക്കും ഓക്കെ അപ്പോൾ ഓരോ ചാപ്റ്ററിനും എത്ര വെയിറ്റേജിനായിരിക്കും ഓരോ ചാപ്റ്ററിന് എത്ര മാർക്സിനായിരിക്കും ചോദ്യങ്ങൾ വരികയെന്ന് നിങ്ങൾക്ക് വലിയ ധാരണ ഉണ്ടാവില്ല അപ്പോൾ അതിന് നമ്മളൊരു ധാരണ ഉണ്ടാക്കും ഓക്കെ അങ്ങനെയാണ് നമുക്കൊരു മനസ്സിൽ ഐഡിയ ഉണ്ടാവും ഇന്ന ചാപ്റ്ററിന് ഇത്ര മാർക്കാണ് വരിക ഓക്കെ അപ്പോൾ ചാപ്റ്റർ വൈസ് വെയിറ്റേജ് പിടിച്ചോളൂ ഫസ്റ്റ് ഫിസിക്സിൻ്റെ നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ ഈ ഒരു ടേബിളിൻ്റെ 3 കോളംസ് നിങ്ങൾ കാണാം ഈ ഫസ്റ്റ് കോളം നിങ്ങൾ വിട്ടേക്കുക അത് 2022 ഈ വർഷത്തെ ഓണപരീക്ഷയാണ് അത് നമുക്ക് വിട്ടേക്കാം ഇവിടെ കാണുന്നത് 2019 അതായത് അവസാനം ഈ ഡിസംബർ പരീക്ഷ ക്രിസ്മസ് പരീക്ഷ നടന്ന വർഷത്തിൻ്റെ ചാപ്റ്റർ വൈസ് വെയിറ്റേജ് ആണ് കാണുന്നത് ഫസ്റ്റ് ചാപ്റ്ററിന് 8 മാർക്കിനും സെക്കൻഡ് ചാപ്റ്ററിന് 5 മാർക്കിനും തേർഡ് ചാപ്റ്ററിന് 11 മാർക്കിനും ഫോർത്ത് ചാപ്റ്ററിന് 18 മാർക്കിനും ഫിഫ്ത്ത് ചാപ്റ്ററിന് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റിന് 8 മാർക്കിനുമാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് ഓക്കെ അതിനുശേഷമുള്ള ചാപ്റ്റേഴ്സിനൊന്നും ചോദ്യങ്ങൾ വന്നിട്ടില്ല അതായത് 6ഉം 7ൽ നിന്ന് ഫിസിക്സിൽ ചോദ്യം വന്നിട്ടില്ല അപ്പം ഇതുവരെ നമ്മുടെ കറക്റ്റായിട്ടുള്ള സിലബസ് പബ്ലിഷ് ചെയ്തിട്ടില്ല ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് ഓരോ സബ്ജക്റ്റിനും ഏതൊക്കെ ചാപ്റ്ററാണെന്ന് ഒരിക്കലും പബ്ലിഷ് ചെയ്തില്ല ഇവരായിട്ട് പക്ഷേ നമുക്ക് ഇത് വെച്ചിട്ട് ഏതാണ്ടൊരു ഐഡിയ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഈ ഫസ്റ്റ് 3 ചാപ്റ്ററിൽ നിന്ന് പൊതുവേ ചോദ്യങ്ങൾ കുറവാണ് ഈ ചാപ്റ്ററിനാണ് കുറച്ചും കൂടി ചോദ്യം കൂടുതൽ അതായത് 4ാമത്തെ 5ാമത്തെ ചാപ്റ്റർ പക്ഷേ ഈ വർഷം ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും കാരണം ഈ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ പകുതിയെ നമ്മുടെ ഓണപരീക്ഷയിൽ കഴിഞ്ഞിട്ടുള്ളൂ ശരിയല്ലേ മ്യൂച്വൽ ഇൻഡക്ഷൻ വരെ ഓണപരീക്ഷയിൽ കഴിഞ്ഞിട്ടുള്ളൂ മ്യൂച്വൽ ഇൻഡക്ഷന് ശേഷമുള്ള പോർഷന് ഈ പരീക്ഷയിൽ ചോദിക്കും അപ്പോൾ 11നെക്കാട്ടിലും കൂടുതൽ ചിലപ്പോൾ മാർക്ക് വന്നേക്കാം അപ്പോൾ തേർഡ് ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫോർത്ത് ചാപ്റ്റർ അതിലും ഇമ്പോർട്ടൻ്റ് ആണ് ഫിഫ്ത്ത് ചാപ്റ്ററും വലിയ മോശമില്ലാത്ത രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആണ് ആ വർഷം 8 മാർക്കിനെ വന്നിട്ടുള്ളൂ പക്ഷേ ഒരു 10-12 മാർക്കിന് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ അതിലുണ്ട് സോ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ പക്ഷേ ആദ്യത്തെ ചാപ്റ്റേഴ്സ് കണ്ടോ 2ാം ചാപ്റ്ററൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല നമുക്കത് ഓൾറെഡി പഠിച്ചതാണല്ലോ മാത്രമല്ല നമ്മൾ ഇനി പഠിക്കുകയും ചെയ്യും ഓക്കെ ഇത് ഫൈനൽ എക്സാമിൻ്റെ മാർക്ക് ലിസ്റ്റാണ് ഫൈനൽ എക്സാം പബ്ലിക് എക്സാമിൽ ഓരോ ചാപ്റ്ററിന് എത്ര മാർക്ക് വന്നിട്ടുണ്ടാകും നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ ഈ 5ാമത്തെ ചാപ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം 18 മാർക്കാണ് നിങ്ങളുടെ ഡിസംബർ എക്സാമിന് വന്നത് ക്രിസ്മസ് എക്സാമിന് വന്നത് പക്ഷേ ഫൈനൽ എക്സാമിന് 6 മാർക്കിനെ വന്നുള്ളൂ അപ്പോൾ അതിനർത്ഥം എന്താണ് അതിൻ്റെ അർത്ഥം ഈ ചാപ്റ്ററിന് 18 മാർക്കിനുള്ള ചോദ്യങ്ങൾ നമുക്ക് ഇപ്പോൾ തന്നെ കിട്ടും അപ്പോൾ അത്രയും ചോദ്യങ്ങൾ നമുക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പോവുകയും ചെയ്യാം അപ്പോൾ ആ ഒരു ഐഡിയയും കൂടെ നിങ്ങൾ ആലോചിക്കുക ഓക്കെ ഫിസിക്സിൻ്റെ ഇതാണ് ബാക്കിയുള്ള സബ്ജക്ട്സിൻ്റെ ഓരോന്നായിട്ട് ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾക്ക് മാത്സിൻ്റെ കാണാം മാത്സിൻ്റെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നിങ്ങളുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 4ാമത്തെ ചാപ്റ്റർ വരെ കുറച്ച് മാർക്സിനെ ഡിസംബർ എക്സാമിന് വന്നിട്ടുള്ളൂ പക്ഷേ അതിന് ശേഷമുള്ള ചാപ്റ്റേഴ്സ് നോക്കിയേ ട്രിഗ്നോമെട്രിയിൽ നിന്ന് 24 മാർക്കിനാണ് ചോദ്യം വന്നത് അതിനുശേഷമുള്ള കോർഡിനേറ്റ്സിന് 14 മാർക്ക് വീണ്ടും ടാൻജൻസിന് 24 മാർക്കിനൊക്കെ ചോദ്യം വന്നിരിക്കുന്നത് സോളിഡ്സിൽ നിന്നും ചോദ്യം വന്നിട്ടുണ്ട് ഓക്കെ അപ്പം സോളിഡ്സിനെ പറ്റി ഇപ്പം നിങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട ചിലപ്പോൾ ഉണ്ടാവില്ല ചിലപ്പോൾ ഉണ്ടാവാം അപ്പോൾ അത് നമുക്ക് സിലബസ് വന്നിട്ട് അതിനെപ്പറ്റി ആലോചിക്കാം ഓക്കെ സിലബസ് വന്നിട്ട് സോളിഡ് സൈഡിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട മക്കളെ സോളിഡ്സിൽ നിങ്ങൾക്ക് ആ 22 മാർക്ക് വന്നാൽ 22 മാർക്കും ഫുൾ മാർക്ക് ഉറപ്പിച്ചിട്ട് അലൻ സാറോട് നിന്ന് പോകുള്ളൂ ഓക്കെ അത് ഗ്യാരണ്ടിയാണ് പക്ഷേ ബാക്കി നോക്കിക്കേ മാത്സിൽ ഈ ചാപ്റ്റേഴ്സിനായിരിക്കും മാക്സിമം വെയിറ്റേജ് ഉണ്ടാകുന്നത് സോ അതിന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം ബാക്കിയുള്ള ചാപ്റ്റേഴ്സും പഠിക്കണം പ്രത്യേകിച്ച് ഫസ്റ്റ് ചാപ്റ്റർ കാരണം അതിൽ കുറച്ച് അരിത്മെറ്റിക് സീക്വൻസ് കുറച്ച് അധികമുണ്ട് ഓക്കെ
റെഡി? അപ്പോൾ ഇതുപോലെ തന്നെ കെമിസ്ട്രീൻ്റെ കൊടുത്തിട്ടുണ്ട്. കെമിസ്ട്രീൻ്റെയും സെയിം പാറ്റേൺ നിങ്ങൾക്ക് കാണാം. ഫസ്റ്റ് 3 ചാപ്റ്ററിന് അത്രയും വെയിറ്റേജ് ഇല്ല, പക്ഷേ അതിനുശേഷമുള്ള ചാപ്റ്റേഴ്സിന് വെയിറ്റേജ് കൂടുതലാണ്. മാത്രമല്ല നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സിന് ചോദ്യം വന്നിട്ടുണ്ട്. 10 മാർക്കിനാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഈ പ്രാവശ്യം ഈ ചാപ്റ്ററിൽ നിന്ന് കുറേ ചോദ്യങ്ങൾ വരില്ല എന്നാണ്. പക്ഷേ വരുവാണെങ്കിൽ, സിലബസിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. വീണ്ടും ആ ചാപ്റ്റർ നമ്മൾ സെറ്റ് ആക്കിയിട്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് വിടുള്ളൂ. അതുപോലെ തന്നെ ബയോളജിയിലും കാണാം, സെയിം പാറ്റേൺ ആണ് നിങ്ങൾ നോക്കിയാൽ കാണുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിന് 1 മാർക്കിന് ചോദ്യം വന്നിട്ടുള്ളൂ, തേർഡ് ചാപ്റ്റർ 2 മാർക്കിന് ചോദ്യം വന്നിട്ടുള്ളൂ, അതിനുശേഷം 15, 16, 13. അപ്പോൾ ഒബ്വിയസ്ലി ഇറ്റ് ഇസ് ഒബ്വിയസ് എന്താണ്, നമ്മൾ ഈ ചാപ്റ്റേഴ്സിനാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഏത് സബ്ജക്റ്റിലാണെങ്കിലും. ഓക്കെ, അപ്പം ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾ കുറേ ചിന്തിക്കേണ്ടെന്ന് ആവശ്യമില്ല. നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്ന ടീച്ചേഴ്സ് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങളെ വന്ന് പഠിപ്പിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾ ആകെ ചെയ്യേണ്ടത് വന്ന് ക്ലാസ്സിലിരിക്കുക. ഇനി എപ്പോൾ ക്ലാസ്സിൽ ഇരിക്കണം എന്നായിരിക്കും, സാർ എന്ന് മുതലാണ് ഇതിൻ്റെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുക, അതറിയാൻ വേണ്ടി ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ആ ലിങ്കിൽ പോവുക. ലിങ്കൊന്നുമില്ല, നമ്മുടെ ചാനൽ എടുക്കുക, ഹോം പേജിൽ പോവുക. ഹോം പേജിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സാധനം കാണാം, എക്സ്മസ് റെവല്യൂഷൻ എന്ന് പറഞ്ഞ ലൈവ്. ആ ലൈവിന് പോയി ലൈക്ക് അടിച്ച് എല്ലാവരും എന്ത് ചെയ്യണം, മിനിമം ഒരു 3K ലൈക്ക് ആക്കണം നമ്മുടെ ഞായറാഴ്ചത്തെ ഇവൻറ്റിന് മുൻപ്. ഓക്കെ, അപ്പോൾ ചാപ്റ്റർ വൈസ് വെയിറ്റേജിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടി. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു തന്നു. ആകെ ഇത്രയേ ഉള്ളൂ. ഓണപരീക്ഷ ശേഷമുള്ള ചാപ്റ്റേഴ്സിന് കൂടുതൽ വെയിറ്റേജ് ഉണ്ടാവും. അപ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് പഠിക്കണം എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ആ ചാപ്റ്റർ നിങ്ങൾ ജസ്റ്റ് പഠിച്ചിട്ടേ ഉള്ളൂ, അതുകൊണ്ട് കുറച്ചും നന്നായിട്ട് പഠിക്കണം. ഫസ്റ്റ് 3 ചാപ്റ്റർ അല്ലെ, ഫസ്റ്റ് 4 ചാപ്റ്ററൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്താൽ മാത്രം മതിയാവും. ഓക്കെ, അപ്പോൾ അത്രയുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ഞായറാഴ്ച കാണാം. അടിപൊളിയായിട്ട് പഠിച്ച് SSLC ക്രിസ്മസ് എക്സാമിന് തന്നെ ഫുൾ A+ വാങ്ങാം. റെഡി? ശരി.